ഹായ് ഫ്രണ്ട്സ്, PSC വിന്നറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2019 ജനുവരി 1 മുതൽ 15 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയ ആദ്യ വനിത. IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയ ആദ്യത്തെ വനിതയാണ് ഗീത ഗോപിനാഥ്. IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയ ആദ്യ വനിത ഗീത ഗോപിനാഥ്. 2018 മാതൃഭൂമി പുരസ്കാര ജേതാവ്. 2018 മാതൃഭൂമി പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2018 മാതൃഭൂമി പുരസ്കാരം നേടിയത് NS മാധവനാണ്. NS മാധവനുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഹിഗിറ്റ എന്ന കൃതിയുടെ രചയിതാവ്. ഹിഗിറ്റ എന്ന കൃതിയുടെ രചയിതാവ് NS മാധവൻ. ഹിഗിറ്റ എന്ന കൃതിയുടെ രചയിതാവായ NS മാധവനാണ് 2018 മാതൃഭൂമി പുരസ്കാരം നേടിയത്. 2017 മാതൃഭൂമി പുരസ്കാര ജേതാവ് MK സാനുവാണ്. 2017 മാതൃഭൂമി പുരസ്കാര ജേതാവ് MK സാനുവാണ്. മാതൃഭൂമി പുരസ്കാരത്തിൻ്റെ തുക അഥവാ പ്രൈസ് മണി 2 ലക്ഷം രൂപയാണ്. മാതൃഭൂമി പുരസ്കാരത്തിൻ്റെ പ്രൈസ് മണി 2 ലക്ഷം രൂപയാണ്. 2018 നേടിയത് NS മാധവൻ, 2017 നേടിയത് MK സാനു. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഈ നിയമം ലോകസഭ പാസ്സാക്കിയത് 2019 ജനുവരി 8-നും രാജ്യസഭ പാസ്സാക്കിയത് 2019 ജനുവരി 9-നുമാണ്. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം എന്ന നിയമം ലോകസഭ പാസ്സാക്കിയത് 2019 ജനുവരി 8-നും രാജ്യസഭ പാസ്സാക്കിയത് 2019 ജനുവരി 9-നുമാണ്. 2019 ഖേലോ ഇന്ത്യ ഗെയിംസിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം. 2019 നടന്ന ഖേലോ ഇന്ത്യ ഗെയിംസിൽ 1-ാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്രയാണ്. 2019 ഖേലോ ഇന്ത്യ ഗെയിംസിന് വേദിയായതും മഹാരാഷ്ട്രയിലെ പൂനെയാണ്. 2019 ഖേലോ ഇന്ത്യ ഗെയിംസിന് വേദിയായത് മഹാരാഷ്ട്രയിലെ പൂനെയാണ്. 2019 ഖേലോ ഇന്ത്യ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. 2019 നടന്നത് 2ാമത്തെ ഖേലോ ഇന്ത്യ ഗെയിം ആയിരുന്നു. ആദ്യത്തെ ഖേലോ ഇന്ത്യ ഗെയിം നടന്നത് 2018 ന്യൂഡൽഹിയിൽ വച്ചായിരുന്നു. ആദ്യത്തെ ഖേലോ ഇന്ത്യ ഗെയിം 2018 ന്യൂഡൽഹിയിൽ വച്ചായിരുന്നു. അതിലെ വിജയ് ഹരിയാനയായിരുന്നു. 2018 ഖേലോ ഇന്ത്യയുടെ വിജയ് ഹരിയാനയായിരുന്നു. 2018 ഖേലോ ഇന്ത്യ ഉദ്ഘാടനം ചെയ്തതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ 2019 ഖേലോ ഇന്ത്യ ഗെയിംസിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2018 ഖേലോ ഇന്ത്യ ഗെയിംസിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഹരിയാന. 106ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായ നഗരം. 106ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് പഞ്ചാബിലെ ജലന്ധറാണ്. 106ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായ നഗരം ജലന്ധർ. 105ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് മണിപ്പൂരിലെ ഇംഫാലാണ്. 105ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് മണിപ്പൂരിലെ ഇംഫാൽ. 106ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2018 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. 2018 ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് EV രാമകൃഷ്ണൻ. 2018 ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് EV രാമകൃഷ്ണൻ. EV രാമകൃഷ്ണൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2018 ഓടക്കുഴൽ അവാർഡ് ജേതാവ് EV രാമകൃഷ്ണൻ. കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ.
2017 ഓടക്കുഴൽ അവാർഡ് നേടിയത് അയമനം ജോൺ ആണ്. അയമനം ജോണിൻ്റെ കഥകൾ എന്ന കൃതിക്കാണ് 2017 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. 2018 ഓടക്കുഴൽ പുരസ്കാരം EV രാമകൃഷ്ണൻ, 2017 അയമനം ജോൺ, 2018 കൃതി EV രാമകൃഷ്ണൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ, 2017 അയമനം ജോണിൻ്റെ കഥകൾ എന്ന കൃതിക്കുമാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത്. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ്. അതേപോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോച്ച് രവി ശാസ്ത്രിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കോച്ച് രവി ശാസ്ത്രി. 2018 ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയത് ഇന്ത്യയുടെ ജസ്പ്രീത് ബൂമറാങ് ആണ്. 2018 ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഇന്ത്യയുടെ പേസ് ബൗളറായ ജസ്പ്രീത് ബൂമറാങ് ആണ്. 2019 ഹരിവരാസന പുരസ്കാര ജേതാവ്. 2019 ഹരിവരാസന പുരസ്കാരം നേടിയത് ഗായികയായ P. സുശീലയ്ക്കാണ്. 2019 ഹരിവരാസന പുരസ്കാരം നേടിയത്. 2018 ഹരിവരാസന പുരസ്കാരം KS ചിത്രയ്ക്കായിരുന്നു. ഇത് മുമ്പ് PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2018 ഹരിവരാസന പുരസ്കാരം PSC ചോദിച്ചതാണ്. 2018 ഹരിവരാസന പുരസ്കാരം നേടിയത് KS ചിത്ര. 2019 ഹരിവരാസന പുരസ്കാരം നേടിയത് P. 2019 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി. 2019 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥിയാണ് പ്രവിന്ദ് ജുഗന്നാഥ്. 2019 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി മൗറീഷ്യസ് പ്രധാനമന്ത്രിയായ പ്രവിന്ദ് ജുഗന്നാഥാണ്. 2019 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യ അതിഥി. 2019 പ്രവാസി ഭാരതീയ ദിവസിന് വേദിയായത് വാരണസിയാണ്. ഉത്തർപ്രദേശിലെ വാരണസിയാണ് 2019 പ്രവാസി ഭാരതീയ ദിവസിന് വേദിയായത്. 2019 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ തീം എന്ന് പറയുന്നത് റോൾ ഓഫ് ഇന്ത്യൻ ഡയാസ്പോറ ഇൻ ബിൽഡിംഗ് എ ന്യൂ ഇന്ത്യ. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്തിറങ്ങിയ ചൈനയുടെ പേടകം. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്തിറങ്ങിയ ചൈനയുടെ പേടകമാണ് ചാങ്-E-4. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമായിരുന്നു ചന്ദ്രയാൻ. ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 PSLV C-11 എന്ന വാഹനത്തിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 PSLV C-11. ചന്ദ്രയാൻ 2വുമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യയാണ്. ചന്ദ്രയാൻ 2വുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യ. 2019 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത്. 2019 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായത് കലാമണ്ഡലം ക്ഷേമാവതിയാണ്. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനായത്. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ VK യാദവാണ്. നമുക്ക് ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റായ ആദ്യത്തെ വനിതയാണ് ഗീതാ ഗോപിനാഥ്. IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റായ ആദ്യത്തെ വനിത ഗീതാ ഗോപിനാഥ്. 2018 മാതൃഭൂമി പുരസ്കാര ജേതാവ്. 2018 മാതൃഭൂമി പുരസ്കാര ജേതാവ് NS മാധവൻ. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്ത്. 106ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാവുന്ന നഗരം ജലന്ധർ. 2018 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EV രാമകൃഷ്ണൻ. 2019 ഖേലോ ഇന്ത്യ ഗെയിംസിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2019 ഖേലോ ഇന്ത്യ ഗെയിംസിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനവും മഹാരാഷ്ട്ര. 2019 പ്രവാസി ഭാരതീയ ദിവസിന് വേദിയായ നഗരം വാരണസി. ഇപ്പോഴത്തെ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ, പുതിയ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ VK യാദവ്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSC വിന്നറിൻ്റെ പുതിയ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും അംഗങ്ങളാവുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.